സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കോസ് 2.0. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റിലോട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ലീക്കായിട്ട് കിട്ടിയതുള്ള കറക്റ്റായിട്ടൊരു ന്യൂസാണ്. 5 പേര് ബിഗ് ബോസ് വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഒന്നാമത് കയറിയിട്ടുള്ളത് സായി കൃഷ്ണനാണ്. പൂജ, DJ ഷിബിൻ, പിന്നെ സീക്രട്ട് ഏജൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായും കയറിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലോട്ട്. പിന്നെ നന്ദന എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. ആ കുട്ടി കയറിയത് എതിലെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സീക്രട്ട് വഴി കൂടെയാണ് കയറിയേക്കണതെന്ന് അറിയില്ല. സ്റ്റുഡിയോയിൽ എന്തായാലും എത്തിയിട്ടുണ്ടെന്നാണ് ഈ ന്യൂസ് കിട്ടിയേക്കണത്. അഭിഷേക്, ജയദീപും ബിഗ് ബോസ് വീട്ടിലോട്ട് കയറിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ന്യൂസ്. ഇവരൊക്കെ ബിഗ് ബോസ് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് തീ പാറുന്നു തന്നെ പറയാം. ഇത് ബിഗ് ബോസ് സീസൺ 6 അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ വെച്ച് തന്നെ ബിഗ് ബോസ് സീസൺ 6 മാത്രമാണ് 6 പേര് ഒരുമിച്ച് കയറുന്നത്. അതുമാത്രമല്ല, ഈ 6 പേര് പുതിയതായിട്ട് കയറുന്നത് കൊണ്ട് തന്നെ ഇവർ ബിഗ് ബോസ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പുതിയ കണ്ടസ്റ്റൻ്റാണ്, പുതിയ ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇവർക്ക് എല്ലാവർക്കും അവരോട് അഡാപ്റ്റ് ആയിട്ട് വരാൻ. പക്ഷേ ഈ 6 പേര് പുതിയതായതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെയൊക്കെ നല്ലപോലെ ഫ്രണ്ട്സായിട്ട് നിൽക്കാനും ഇവർക്ക് ടീം ഉണ്ടാവാനും പിന്നെ ബാക്കിയുള്ളവരുമായിട്ട് ഭയങ്കരയോട് അടി കൂടാനൊക്കെ ഒരു നല്ലൊരു അവസരമാണ്. എന്തായാലും ഇവർ ചില്ലറ ആൾക്കാരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല പോലെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ 5 പേരും. പിന്നെ ഇതിൽ പലവരും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഈ പൂജ എന്നൊക്കെ പറയുന്ന ആളൊക്കെ ഒരുപാട് ആങ്കറിങ്ങിലേക്ക് വന്നിട്ടുള്ളത് ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരാളാണെന്നാണ് തോന്നുന്നത്. എന്തായാലും എത്ര കോമഡിയോ എത്ര കലിപ്പനാണെങ്കിലും അവൻ്റെ ശരിക്കുള്ള യഥാർത്ഥ സ്വഭാവം ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ അത് പുറത്ത് കൊണ്ടുവരിക എന്നതാണ് ഈ ബിഗ് ബോസ് വീടിൻ്റെ ഒറ്റൊരു ജോലി. ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ 5 പേരും ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ആൾ ജാസ്മിൻ ആയിരിക്കും, രണ്ടാമത്തത് ഗബ്രി, മൂന്നാമത്തെ ജിൻഡോ, പിന്നെ ജാൻമണി, അർജുൻ, ശ്രീതു, ഇങ്ങനെ കുറേ പേര് നല്ല പുറത്ത് റീച്ച് ഉണ്ടെന്ന് അറിയുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഇവർ 6 പേരും ടാർഗറ്റ് ചെയ്യാൻ കൂടുതലും ചാൻസസ്. അവർക്ക് ബേസിക്കലി അറിയാമല്ലോ പുറത്ത് ഇവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടെന്ന്. അപ്പോൾ ഇവരുമായിട്ട് അടി കൂടുകയാണെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടാനും ഒരുപാട് ഫാൻസ് ഇവർക്ക് കൂടാനും ഒരുപാട് ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ മെയിനായിട്ട് ഇവരുടെ കൂടെ തന്നെയായിരിക്കും ഫൈറ്റ് ചെയ്യാൻ കൂടുതൽ ചാൻസസ്. അതുമാത്രമല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള 6 പേരുമായിട്ട് ഭയങ്കര കമ്പനി അടിച്ച ഒരാഴ്ചത്തേക്ക് നടക്കും. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ പുറത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ കുറേ പുറകെ നടക്കാൻ ചാൻസസ് ഉണ്ട്. അവർ പുറത്ത് പറയത്തില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ട് വാങ്ങാൻ പറ്റുമല്ലോ. ചൂണ്ടിയിട്ട് മീനിനെ പിടിക്കുന്നത് പോലെ തന്നെ ആർക്കാണ് കുറേ ഫാൻ ബേസ് എന്ന് അവർ മിക്കവാറും കണ്ടുപിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാ സീസണിലും അങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. അതേപോലെ ഈ സീസണിലും കണ്ടുപിടിക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. എന്തായാലും പുതിയതായിട്ട് വരുന്ന ഈ കണ്ടസ്റ്റൻസ് തീ പാർക്കുകയോ അല്ലെങ്കിൽ തീ ഊതിക്കെടുത്തു എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ബിഗ് ബോസിൻ്റെ ഷോ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആര് എവിക്റ്റായി, ആര് കയറി, ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചു എല്ലാം ഈ ചാനൽ ബുക്ക് എന്ന് പറഞ്ഞാൽ സ്പീഡായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.